ഒരു കാലത്ത് OC അതായത് ഉമ്മൻചാണ്ടി ആയിരുന്നു കോൺഗ്രസിലെല്ലാം. ചേർത്തു നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തിയും വെട്ടി ഒതുക്കേണ്ടവരെല്ലാം വെട്ടി ഒതുക്കിയും അങ്ങനെ OC ഏറെ കാലം പാർട്ടി അടക്കി വാണു. ആ സമയത്താണ് സോളാർ വിവാദം വന്നതും OC മൂടോടെ മൂക്കും കുത്തി വീണതും. OCയെ മറിച്ചിടാൻ അന്ന് പ്രതിപക്ഷത്തെക്കാൾ പണിയെടുത്തത് നമ്മുടെ RC ആയിരുന്നു, അതായത് സാക്ഷാൽ രമേശ് ചെന്നിത്തല. പക്ഷേ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിയതോടെ RCയുടെ കാറ്റുപോയി. ആ സമയം കൊണ്ട് RC വെട്ടിക്കൊണ്ടാണ് സാക്ഷാൽ KC അഥവാ KC വേണുഗോപാൽ കളി തുടങ്ങുന്നത്. അങ്ങനെ OCയും RCയും കളിച്ച പിച്ചിലിറങ്ങിയാണ് ഇപ്പോൾ KC കളിക്കുന്നത്. ഏതായാലും KCയുടെ ഈ കൈവിട്ട കളി കണ്ടിട്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഗതി ഒട്ടും ഈസി ആവില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പുനർസംഘടന നടക്കുന്നില്ലേ എന്ന പരാതിയായിരുന്നു മാധ്യമങ്ങൾക്കും കോൺഗ്രസുകാർക്കും എല്ലാം. ഒടുവിൽ കാത്തിരുന്ന് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോഴാണ് ഭൂലോകം മുഴുവൻ ഞെട്ടിയത്. 59 ജനറൽ സെക്രട്ടറിമാരും 13 വൈസ് പ്രസിഡന്റുമാരും, നിലവിലുള്ള 3 വർക്കിംഗ് പ്രസിഡന്റുമാർ വേറെ. ഇനി KPCC സെക്രട്ടറിമാരുടെ ലിസ്റ്റ് വരാനിരിക്കുന്നതേയുള്ളൂ. അല്ല, സ്വാഭാവികമായും ഒരു സംശയം. നിലവിൽ KPCCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട്, കൂടെ 3 വർക്കിംഗ് പ്രസിഡന്റുമാരും. അതും പോരാഞ്ഞ് 13 വൈസ് പ്രസിഡന്റുമാരെ കൂടി നിയമിക്കേണ്ട കാര്യം എന്താ? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. KPCC പ്രസിഡന്റിന് താഴെ ഇത്രമാത്രം ആൾക്കാരെ നിയമിക്കാൻ ഈ KPCC പ്രസിഡന്റിന് എന്താ വല്ല വാതരോഗവും ഉണ്ടോ?